ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ചത്തോളമായി ലോങ് വീഡിയോ എടുത്തിട്ട്. ഇന്ന് ഞാൻ ഫോണായിട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തേ വീഡിയോ ഒന്നും എടുക്കണം, ഇപ്പോൾ കാണാനില്ലല്ലോ. പിന്നെ അധികം ഷോർട്സ് ആയതുകൊണ്ട് ലോങ് വീഡിയോ ഇങ്ങനെ എടുക്കലില്ല, മടി പിടിച്ചു പോയി. ചാനൽ തുടങ്ങിയ സമയത്ത് അധികം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പിന്നെ വിചാരിച്ച ആൾക്കാർക്ക് ബോറടിക്കല്ലോ. പിന്നെ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മടിയാണ്, ആൾക്കാരെന്തെങ്കിലും വിചാരിച്ചാലോ ഉള്ളൊരു വിചാരം വരും. അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെതാ ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം എനിക്കിത് മസ്റ്റല്ലേ എനിക്ക് കാൽ ചായ. ഇപ്പം എന്താ അറിയില്ല, മസ്റ്റ് ആയിക്കാണ്. ബിസ്ക്കറ്റാണ് അതിൻ്റെ കൂട്ടിഷ്ടം, ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കാട്ടിൽ അഡ്ജസ്റ്റ് ആക്കി. ഇന്നാണെങ്കിലോ ബിസ്ക്കറ്റും ഇല്ല. അപ്പം എൻ്റെ മോനിക്ക് പതിവില്ലാത്ത ചോദ്യം ബിസ്ക്കറ്റ് വേണമെന്ന്. അല്ലെങ്കിലും അവന് ഉറങ്ങി വെച്ചാൽ അങ്ങനെ ചോദിക്കലൊന്നുമില്ല. അപ്പം അതമ്മ മോനായിട്ട് പോയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കണം, കേക്കൊക്കെ വാങ്ങിക്കണം. അപ്പം അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ടിട്ട് എൻ്റെ അനിയനക്ക് സഹിക്കണില്ല. ഓനക്കതൊക്കെ വേണം. ഇവരെ കൈമേൽ ഇപ്പം എന്താണുള്ളത് അതിപ്പോൾ ഓനക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അതൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇതാ സെറ്റാക്കിയിരിക്കണം. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അതമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാം, അതാണ് എൻ്റെ പണി. പിന്നെ നീ സ്പെഷ്യലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അരിച്ചുട്ട പത്തിരിയാണ്. അപ്പോൾ അത് അമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ മോനിക്ക് ഫുഡ് എടുക്കാൻ അരിച്ചു. മോനിക്കധികം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുത്താര കൊടുക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ സെർലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സെർലാക്കൊക്കെ സെറ്റായിക്കണം. എനിക്ക് ഫുഡ് എടുത്തിട്ട് വേണം ഓനെ ഉറക്കാൻ. ഓൻ ഉറങ്ങിയിട്ട് വേണം ബാക്കി പണിയിലേക്ക് നിൽക്കാൻ. അപ്പോൾ ഇതാ ഇപ്പം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഓനെ ഉറക്കാൻ വേണ്ടി പോയി. കുട്ടി ഉറങ്ങിയാൽ വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതാ ആൾ കണ്ണുറന്ന് നോക്കണം. ആളിനെ പറ്റിച്ചതാണ്. പക്ഷെ ഉറക്കുണ്ടാക്ക്. പിന്നെ അങ്ങനെ ആട്ടിയിട്ട് ഓൻ ഉറങ്ങിയിട്ട് വേണം. ചെറിയൊരു പൂച്ചുറക്കിൻ്റെ ആളാണ്, കുറേ സമയമൊന്നും ഉറങ്ങൂല. പിന്നെ ഇപ്പോൾ ജലദോഷത്തിൻ്റെ ഒരു ആരംഭമുണ്ട്. ഇപ്പോൾ എല്ലായിടത്തുണ്ടല്ലോ ജലദോഷം. എനിക്കിതാ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ചിലപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ചേഞ്ച് ഉണ്ടാവും. ജലദോഷം പിടിച്ചിരിക്കണ്, ഒരു മാറാത്തൊരു ജലദോഷം അയക്കണ്. അപ്പോഴത്തേക്കും ഞാനിതാ ഉപ്പേരിക്ക് നമുക്ക് ബീൻസാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. അങ്ങനെ ഇതാ എൻ്റെ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി ചായ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ ചായക്കുള്ള നമുക്ക് അരിച്ചുട്ടത്തിരും ചിക്കൻ കറിയും നല്ല ചൂടുള്ള കട്ടൻ ചായ. എനിക്ക് ഇതിൽ ചൂട് വേണം, എന്നാലേ കുടിക്കുമ്പോൾ ഒരു റാത്താവുള്ളൂ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യേണ്ടി കേട്ടോ. പിന്നെ അതാ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം അത് അടിച്ചുതരാൻ വേണ്ടി നിൽക്കണം. അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്ന്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കും. അപ്പം ഇന്ന് സ്പെഷ്യലല്ല, അപ്പം അന്നത്തെ ഡ്യൂട്ടി ഉമ്മാണ്. അങ്ങനെ നമ്മളെ വീട്ടിലാകുമ്പോൾ പിന്നെ നമുക്ക് മടിയിരിക്കില്ല പണിയൊക്കെ എടുക്കാൻ, അത് സ്വാഭാവികം. പിന്നെ നമ്മളെ വീട്ടിലെ പുതിയ 2 അതിഥികളാണ്, സെപ്പറേറ്റ് ബൗളിലാക്കിയതാണ്. ഒന്ന് എൻ്റെ മോൻ്റെതും ഒന്നിൻ്റെ താത്തൻ്റെ കുട്ടീൻ്റെതാണ്, അല്ലെങ്കിൽ അടിയായിരിക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിയ ആൾ എണീച്ചിക്കണം. അപ്പം ഇന്നൊന്ന് ഓയിൽ മസാജ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പം അതാ അനിയത്തി രണ്ടാക്കും തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചെറുത്തിന് തേച്ച് കൊടുക്കാൻ വിചാരിച്ചു. ഇതെപ്പോഴും കേട്ടോ, എപ്പോഴെങ്കിലും ഇവനക്ക് ആ തീരെ ഓയിൽ മസാജ് കിട്ടാത്തത്. ഇവനക്ക് എന്തെങ്കിലും തേക്കുമ്പോൾ ഒത്തിരി പനി. കിച്ചണിലൊക്കെ പോയപ്പം എന്താ അമ്മ മീൻ പൊരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ നമുക്ക് മീൻ പൊരിച്ചതും പച്ചക്കറി, മീൻ മുളകിട്ടത്, ഉപ്പേരി, ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. മോനക്ക് പിന്നെ കഞ്ഞിയാക്കിക്കണം. അപ്പം കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രഷ് ആവാൻ വേണ്ടി പോകാനും. മീൻ പൊരിക്കണമെങ്കിൽ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു, അതിട്ടാൽ പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനത്തെ ഞാൻ ഫ്രഷായി വന്ന് 1 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എന്താ അല്ലെങ്കിൽ നല്ല വിശപ്പ്, തല കറങ്ങണ പോലെ തോന്നാം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഞാൻ മോനക്ക് കൊടുക്കാൻ. ചെറിയാൾക്ക് കൊടുത്തിട്ട് വേണം മൂത്താക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോനക്കിന്ന് ബീട്രൂട്ടൊക്കെ ഇട്ടുള്ള ഈ ഐറ്റം ആയതുകൊണ്ട് എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തൊക്കെ കഴിച്ചു. ഓൻ തീരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറയും എല്ലാവരും. അത് കഴിഞ്ഞിട്ട് വേണം ഈ ചെക്കനക്ക് കൊടുക്കാൻ. അവസ്ഥ ഇതാണ്, ഒന്ന് ഛർദ്ദിച്ച് എനിക്കെന്തോ പാൻ കൊടുത്തൊന്നും തേക്കാതെ കിടക്കുന്നുണ്ട്, അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം സെറ്റാക്കിയതിന് ശേഷം ഇത് നമ്മളെ അടുത്തത് എത്താതെ മോനത് എനിക്ക് ഫുഡ് വേണ്ട പറഞ്ഞിട്ട് ജീപ്പിലിരിക്കുകയാണ്. പിന്നെ ഒരു ഉച്ചവർക്ക് കഴിഞ്ഞതിന് ശേഷം ഇമ്മ മുകളിലേക്ക് പോകണം, അരി കൈ കിട്ടിയിരുന്നു. അപ്പം അത് പൊടിപ്പിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പം ഞാനും കയറി. മക്കൾ ഉറങ്ങായതുകൊണ്ട് ഒരു രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഓരൊക്കെ ഉണ്ട് പറഞ്ഞ് നിൽക്കുന്നു
എന്താ അറിയില്ല, രണ്ടാളും വേഗം ഉറങ്ങിയതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. ചെറിയ ആളെ നീച്ചപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് കൈമ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് എന്താ അറിയില്ല, ചോറും വേഗം കഴിഞ്ഞിരിക്കുന്നു, ചായ കുടിയും അല്ലെങ്കിൽ ഒരു മഹരിബ് സമയത്താണ് നമ്മളെ ചായൻ്റെ സമയം. അപ്പം ഞാൻ കട്ടൻ ചായയും ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടി. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും, ഫോണിൽ കളിക്കും, അതന്നെ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ മഹരിബ് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ പിന്നെ നബിദിനത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മദ്രസയിൽ നിന്ന് കുട്ടികളിങ്ങനെ ദഫിൻ്റെ സൗണ്ടും, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി, ലൈറ്റൊന്നും ഊരിയിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി വ്ളോഗ്. പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തൊരു ഡെയിലി വ്ളോഗ്. പിന്നെ രാത്രിത്തെ ഫുഡ് ഇതാ 2 പത്തിരിയും അച്ചാറും ചിക്കൻ കറി പിന്നെ രാവിലത്തെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ.